ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി വാഹന പ്രചാരണ പരിപാടിയിലേക്ക് അടൂർ പ്രകാശ് കടക്കും. അടൂർ പ്രകാശിന്റെ പ്രചാരണ വിശേഷങ്ങളിലേക്കാണ് ഇനി. ആറ്റിങ്ങലിലെ ഇടത് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് സജീവമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ പ്രചരണ വിശേഷങ്ങൾ ചോദിക്കാം. ഒരാഴ്ചയായി പ്രചരണ രംഗത്തുണ്ട്. ജനങ്ങളുടെ ഒരു പ്രതികരണം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ജനങ്ങളുടെ പ്രതികരണം എനിക്ക് അനുകൂലമായ ഒരു സ്ഥിതിയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒരു സംശയം ഇല്ല. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ 100% വിജയിച്ചിരിക്കും. ഈ 7 മണ്ഡലങ്ങളിൽ ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞോ? എന്താണൊന്ന് ഫീൽ ചെയ്യുന്നത്? ഒരു നിലവിലെ MPയോടൊരു എതിർപ്പുണ്ട്, അങ്ങനെ ജനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വികാരം തോന്നുന്നുണ്ടോ? നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തേണ്ട കൺവെൻഷനുകൾ ഇന്നലെയാണ് തീർന്നത്. നല്ല പങ്കാളിത്തമാണ്, ജനങ്ങളെ നല്ല പങ്കാളിത്തമാണ് UDFൻ്റെ പ്രവർത്തകരുടെ വലിയ ആവേശം പകർന്ന ഒരു പങ്കാളിത്തമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ പൂർണ്ണമായ സംതൃപ്തിയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായും ഇവരെ എല്ലാവരും കൂടി നല്ല ഭൂരിപക്ഷത്തെ എന്നെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഇവിടെ പല ഘടകങ്ങൾ നിലനിൽക്കുകയാണ്. നിലവിൽ ഉള്ള എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഞാൻ ആ ചർച്ചയ്ക്കൊന്നും പങ്കാളിത്തം വയ്ക്കാൻ ഞാനില്ല. പക്ഷേ UDFന് അനുകൂലമായ ഒരു ചിത്രം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രചരണങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് അടൂർ പ്രകാശ് പ്രകടിപ്പിക്കുന്നത്.